നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്, ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. നേരെ മറിച്ച് ഭഗവാൻ നമ്മളെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ നമ്മൾ എപ്രകാരമുള്ളവരായിരിക്കണം എന്ന് പറയുന്ന ഒരു കഥയാണ് കേട്ടോ. നാരദ മഹർഷിയുടെ കഥയാണ്. നാരദൻ ഒരു ദിവസം ശ്രീരാമനെ കാണാനായിട്ട് കൊട്ടാരത്തിലെത്തിയിരിക്കുക. പോകുന്ന വഴിക്ക് ഹനുമാൻ പുറത്ത് നിൽപ്പുണ്ട്. ഭഗവാൻ എന്താ ചെയ്യണേ അകത്തെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് തന്നെ പോയി നോക്കിക്കോളൂ എന്ന് ഹനുമാനും പറഞ്ഞു. അതിനകത്തേക്ക് പോയപ്പോൾ ശ്രീരാമൻ ഭഗവാൻ ഇരുന്നിട്ട് എന്തോ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ നാരദർ ചോദിച്ചു, അങ്ങേക്ക് ഈ ജോലി വേറെ ആരെങ്കിലും ഏൽപ്പിച്ചുകൂടെ, അങ്ങ് തന്നെ ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, പറ്റില്ല, ഇത് ഞാൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭക്തരുടെ പേരുകളാണ് ഞാൻ ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നാരദർക്ക് അതൊന്ന് വായിച്ചു നോക്കിയാൽ കൊള്ളാമെന്നായി. താനെപ്പോഴും ഭഗവാനെ വിളിച്ച് നടക്കുന്ന ആളാണല്ലോ, അപ്പോൾ തൻ്റെ പേര് അതിലുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ ഭഗവാനെ ലിസ്റ്റ് കൊടുത്തു കേട്ടോ. അത് വായിച്ച് നോക്കുക. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നാരദരുടെ പേരുണ്ട്. നല്ല സന്തോഷമായി, തൻ്റെ ഭക്തി അത് ഭഗവാൻ കണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ്. അങ്ങനെ നോക്കി വന്നപ്പോൾ ഹനുമാന്റെ പേരാണെങ്കിൽ അതിൽ കാണാനുമില്ല കേട്ടോ. അപ്പം നാരദർ ഇത് എന്താണാവോ എന്ന് വിചാരിച്ചു. പക്ഷെ ഭഗവാന്റെ അടുത്തൊന്നും ചോദിക്കുകയൊന്നും ചെയ്തില്ല. വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഹനുമാന്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഒരു ലിസ്റ്റ് കണ്ടു ഭഗവാന്റെ ഭക്തരുടെ പേര്, അതിൽ അങ്ങയുടെ പേര് കാണാനല്ലോ, ഹനുമാന്റെ പേരില്ല. എൻ്റെ പേരാണെങ്കിൽ ഏറ്റവും മുകളിൽ ഫസ്റ്റ് എൻ്റെ പേര് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കുറച്ചൊരു അഹങ്കാരത്തോട് കൂടിയിട്ടാണ് ഈ പറയണതേ. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ, അങ്ങ് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കി നോക്കൂ, ചിലപ്പോൾ അത് കണ്ണിൽ പെടാതെ പോയതായിരിക്കാന്ന് പറഞ്ഞു. ഇല്ല, അങ്ങയുടെ പേര് അതിൽ കാണാനേ ഇല്ല എന്ന് തീർത്ത് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ചിലപ്പോഴേ ഭഗവാൻ വേറൊരു കുറിപ്പ് കൂടെ എഴുതി സൂക്ഷിക്കുന്നുണ്ട്, അതിൽ ചിലപ്പോൾ എൻ്റെ പേര് കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ അതൊന്ന് കാണണമെന്നായി നാരദൻ കേട്ടോ. വേഗം ഭഗവാന്റെ അടുത്തേക്ക് ഓടി. അപ്പോൾ വേറൊരു കുറിപ്പ് കൂടെ അങ്ങയുടെ കയ്യിലുണ്ടല്ലോ, അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞേ, നേരത്തെ കണ്ടത് എന്നെ പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ പേരാണല്ലോ, ഇപ്പം ഈ എഴുതിയിരിക്കുന്നതിൽ ഞാൻ ചിന്തിക്കുന്ന ഭക്തരുടെ പേരാണ്. എൻ്റെ മനസ്സിൽ ഞാൻ ആ ഭക്തരെ ഞാൻ കാണുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന ഭക്തരുടെ പേരാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് തരുമെന്ന് നിർബന്ധിച്ച് ചോദിച്ച ഭഗവാൻ അതും നൽകി നാരദനെ. നോക്കിയപ്പോൾ അതിൽ ഏറ്റവും മുകളിലായിട്ട് ഹനുമാന്റെ പേര് എഴുതിയിരിക്കുന്നു. തൻ്റെ പേരാണെങ്കിൽ നാരദന്റെ പേരാണെങ്കിൽ അതിൽ കാണാനുമില്ല. അപ്പോഴാണ് നാരദർക്ക് മനസ്സിലായത് ഭഗവാൻ ചിന്തിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന്. അങ്ങനെ ചെറിയൊരു അഹങ്കാരത്തിന് ഒരു കൊട്ടു കൊടുത്തു ഭഗവാൻ. അതാണ് പറയുന്നത്, ഭഗവാൻ നമ്മളെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ നമ്മൾ എപ്രകാരമുള്ളവരായിരിക്കണം. ഒരു തരി പോലും അഹങ്കാരം ഉണ്ടായിരിക്കരുത്, നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ് ഉണ്ടായിരിക്കേണ്ടത്, വിനയമാണ്, ലാളിത്യമാണ് ഉണ്ടായിരിക്കേണ്ടത്.